വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. 156 കോടിയുടെ വികസന പദ്ധതികളാണ് നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് വേണ്ടി പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് 2 റെയിൽവേ സ്റ്റേഷനുകളും നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനെത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വേലി റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 6 മണിയോടെ വെള്ള ഇന്നോവ കാറിൽ വന്നിറങ്ങിയത്. സ്ഥലം എംഎൽഎയും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ ഷോൾ അണിയിച്ചാണ് മന്ത്രിയെ സ്വീകരിച്ചത്. ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും എല്ലാവരുമായി സ്നേഹം പങ്കുവച്ചാണ് ജനങ്ങളെ ഒന്നടങ്കം കയ്യിലെടുത്തത്. IAS കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥലം MLA കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വർഷങ്ങളായി ആത്മബന്ധമുള്ളതുപോലെയാണ് ഇടപഴകിയത്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇരുവരും അതെല്ലാം മറന്ന് സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഇരുവരും തോളോട് തോൾ ചേർന്നാണ് ഓഫീസിലേക്ക് കയറിയതും. അശ്വിനി വൈഷ്ണവും കടകംപള്ളി സുരേന്ദ്രനും കൂടി നിന്നവരെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് തൊട്ടടുത്തുള്ള റെയിൽവേയുടെ ടീ സ്റ്റാളിലേക്ക് കയറി. ഇതിനിടെ മന്ത്രി അശ്വിനി വൈഷ്ണവ് ടീ സ്റ്റാൾ ഉടമയോട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളോട് നല്ല രീതിയിലാണോ സഹകരിക്കുന്നതെന്ന് ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ വൃത്തിയെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. കടകംപള്ളിയുമായി കുശലം പറയുന്നതിനിടെ സ്വന്തം ഫോണിൽ നിന്നും ഇരുവരും കുടിച്ച ചായയുടെ പൈസ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗൂഗിൾ പേ ചെയ്തിട്ടാണ് ഇരുവരും ഒരുമിച്ച് പുറത്തിറങ്ങിയത്. വിരുദ്ധ ആശയങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ പോലും അതെല്ലാം മറന്നുള്ള ഇരുവരുടെയും ഇടപെടലുകൾ ചുറ്റും കൂടി നിന്നവരിൽ വലിയ കൗതുകമുണർത്തി. ഒടുവിൽ കടകംപള്ളിയോട് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് അശ്വിനി വൈഷ്ണവ് മടങ്ങിയത്. Please subscribe our channel Enad Malayalam. News-related information, WhatsApp on 9895177777. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.